എന്നും ഞാനും ചേട്ടായും എന്നല്ലേ പറയാറ്. അന്നതേ ഇന്ന് ആളെ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് കേട്ടാ. സ്ഥലവും നമ്മൾ മാറ്റിയിട്ടുണ്ട്. പട്ടിക്കാടല്ല, നമ്മൾ വടക്കഞ്ചേരിക്കാണ് പോണത്. ദേ പാലക്കാട് വടക്കഞ്ചേരി, അതാണ് ഈ പാടവും അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ ദേ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടും കാര്യങ്ങളല്ല, കുറേ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിയതാണ്. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോനുണ്ടല്ലോ, അവൻ വണ്ടിയുമ്മ കയറിയിരുന്ന് പണിതിട്ട് അതിൻ്റെ കീ ആകെ ജാമായി പോയി. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ കൊടുക്കലാണ് ആദ്യത്തെ പണി. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തെണ്ടലും കറങ്ങലൊക്കെ ഉണ്ടല്ലോ. അതാണ് രണ്ടാമത്തെ കേസ്. എല്ലാ തവണ അവൻ ലീവിൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഡ്രസ്സൊക്കെ ഓഫറുണ്ട്, എനിക്കും മമ്മിക്കും അനിയത്തിക്കും. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ എടുക്കാൻ പോവാണ്. കൂടുതലും പുള്ളി മെറ്റീരിയലാണ് എടുത്തു തരിക, എന്നിട്ട് നമ്മളോട് തയ്ക്കാൻ പറയും. അപ്പോൾ വടക്കഞ്ചേരി റിവോളി എന്ന് പറഞ്ഞിട്ടൊരു കടയിലാണ് കേട്ടോ പോണത്. അപ്പോൾ ദേ മിററൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനാണ് പറഞ്ഞത്, എടി വീഡിയോ എടുക്കുക, ഇങ്ങനെ എടുക്കുക, അങ്ങനെ എടുക്കുന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ അവിടെ നിന്ന് ഇതാണ് കിട്ടിയത്. ഇതെനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവന് പക്ഷേ ഇഷ്ടമായി. തുണി ഇത്രോളം, അപ്പോൾ എനിക്ക് അവക്കും ഒരുമിച്ച് കിട്ടില്ല. അത് കാരണം കൊണ്ട് അതെടുത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അവന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. പിന്നെ ദേ മോന് പുസ്തകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ABCDയുടെയും കളർ ചെയ്യണേൻ്റെയും ഒക്കെ ആയിട്ട് ഒന്ന് രണ്ട് പുസ്തകങ്ങളും മേടിച്ചു. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ. കളറുകളെല്ലാം ഉണ്ടോ, ചെറുത് വേണോ വലുത് വേണോ എന്നുള്ള സെർച്ചൊക്കെയാണ്. പക്ഷെ കാര്യമൊന്നുമില്ല, കയ്യിൽ കിട്ടിയ വഴിക്ക് അതൊക്കെ ആകെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും വേഗം ബില്ലടിച്ചിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു മാർക്കറ്റ് പോലെ ഒരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുടുപ്പും ചാച്ചൻ്റെ വക കിട്ടി. അങ്ങനെ അതും വേഗം ബില്ലടിച്ചൊക്കെ ഇറങ്ങി. ഇനി നമ്മളിങ്ങനെ കുറച്ച് സീക്വൻസും ബീഡ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് അവൻ അടുത്ത ഷോപ്പിൽ കയറി ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ മേടിച്ച് എന്നെ അവൻ ഈ പാക്കറ്റിനൊക്കെ കാവൽ നിർത്തിയിട്ട് അവൻ വേറൊരു വഴിക്ക് പോയിട്ടാ. കുറച്ച് നേരം അവിടെ പോസ്റ്റായി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ പിന്നെ എന്നെ ഊറ്റാൻ വേണ്ടി പോയി. ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനൊരു കോൾഡ് കോഫി വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ച് കുടിച്ചു. വലിയ രസമൊന്നും ഉണ്ടായില്ല. അവൻ വലിയ ഹൈപ്പൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായൊന്നുമില്ല. പിന്നെ ഇനി അടുത്ത ലാസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മീൻ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടതും എനിക്കിഷ്ടപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് മീനുകളൊക്കെ മേടിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വേഗം പോയി. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. ഒരു ഉച്ച ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ ഇങ്ങനത്തെ ഉണ്ടാൻ വേണ്ടിയിട്ടൊരു പാർട്ട്ണർ. അപ്പോൾ അതാണ് ഇത്.